ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈസ് കോർണർ. അപ്പം എൻ്റെ വീട് പണിയൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വീട് പണി ഇന്ന് പണിക്കാരൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ ഈ ദിവസത്തെ ഒരു ലഞ്ച് വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു തുടങ്ങാം കേട്ടോ. ഇതിന് ചോറ് ഞാനിവിടെ വെള്ളം വെച്ചിട്ടുണ്ട് ചോറിനുള്ള. പിന്നെ അതുപോലെ തന്നെ കറി വെക്കാനൊക്കെ സാധനം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പരിപ്പും പടലയും കറി വെക്കാനാണ് വിചാരിച്ചത്. പിന്നെ പച്ചക്കായ മുതിയും ഉപ്പേരി വെക്കണം. പിന്നെ മീൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പണികളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ചോറിനുള്ള വെള്ളം ഞാൻ അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം മുതിര ഒന്ന് വറുത്തെടുക്കണം. അതൊന്ന് വറുത്തെടുത്ത് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കണേ. നമുക്ക് ഈ പണിയെടുക്കാം. അതേ മുതിര വറുത്ത് ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ചോറിന്റെ വെള്ളം ഞാൻ ഇവിടെ തന്നെ ഇറക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് പരിപ്പും പടവലങ്ങയും കറി വെക്കണം. അപ്പൊ പരിപ്പ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പടവലങ്ങ മുറിച്ചെടുക്കാം, അരിഞ്ഞെടുക്കണം. നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കത് അരിഞ്ഞെടുക്കാം. നമുക്ക് മീൻ ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അത് കിട്ടിയത് ആവോലി മീനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സാധാരണ ഞങ്ങൾ മീൻ വാങ്ങുമ്പോഴൊക്കെ ഞങ്ങൾ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെയാണ് സാധാരണ വാങ്ങാറുള്ളത് കേട്ടോ.
അപ്പോൾ ഇതേ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മീനൊക്കെ കഴുകി എല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഒക്കെ വെള്ളത്തിലിട്ട് വെക്കേണ്ടി വെള്ളത്തിലിട്ടും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് പാചകം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം മീൻ മസാല പുരട്ടി വെക്കണം. അതിനെ കറി വെക്കാനുള്ളതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ മത്തിയും ഈ ആവോലിൻ്റെ തലയും വാലും ഒക്കെ ഒന്ന് കറി വെക്കാൻ എടുക്കാം. ഒരു തേങ്ങ അരച്ച കറി, ഒരു മുളകിട്ട കറിയാണ് സാധാരണ നമ്മൾ ഉണ്ടാക്കാറുള്ളത്. ഇതിലേക്ക് നമുക്ക് മസാല പുരട്ടാം. ഉപ്പ്, ചെറുനാരങ്ങയുടെ നീര്. ഞാൻ സാധാരണ മീനും മസാല പറ്റുമ്പോൾ എന്തിലായാലും മസാല പറ്റുമ്പോൾ ചെറുനാരങ്ങയുടെ നീര് ഒഴിക്കാറുണ്ട് കേട്ടോ. ചെറുനാരങ്ങയും അതുപോലെ തന്നെ പെരിഞ്ചീരകം, അത് രണ്ടും ഞാൻ നിർബന്ധമായിട്ട് ഇടാറുണ്ട്. അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. ഇതാണ് ഫെന്നൽ സീഡ്, പെരിഞ്ചീരകം. പിന്നെ അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. മുതിരയും പിന്നെ പച്ചക്കായൊക്കെ അടുപ്പത്ത് വെക്കാം. ആവശ്യത്തിന് നന്നായി വെള്ളം ഒഴിക്കണം കേട്ടോ അതിലേ. എന്നിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് അടുപ്പത്ത് വെച്ചാൽ മതിയേ. നമുക്ക് കറി വെക്കാൻ ഒരുങ്ങണം. അതിലേക്ക് ഇതേ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക് ഇതൊന്ന് ചതച്ചെടുക്കണേ. ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാനിപ്പം വീഡിയോ ചെയ്യുമ്പോൾ മാത്രമാണ് ഞാൻ അടുപ്പത്ത് വെക്കാറുള്ളത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഗ്യാസിൽ തന്നെയാണ് വെക്കാറുള്ളത്. ഗ്യാസിൻ്റെ അടുത്ത് വെളിച്ചം ഭയങ്കര നീയലാണ്. അപ്പോൾ അതുകൊണ്ടൊരു വെളിച്ചം കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് അടുപ്പത്താണ് ഉണ്ടാക്കാറുള്ളത്. ഇതേ നമ്മൾ ചതച്ച് വെച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ചെറിയുള്ളി ഉണ്ട്. അപ്പോൾ ഇതിലേക്കിട്ട് വഴറ്റിയെടുക്കാം. ഞാൻ മുളകിടുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ളൊരു മുളകായിരിക്കും കറി. അപ്പോൾ ഒന്ന് വയന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. പുളി വേണ്ടവർക്ക് പുളിയും കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് പുളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പുളി ചേർക്കുന്നില്ല. തക്കാളി മാത്രമേ ചേർക്കുന്നുള്ളൂ. വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. കറി വയന്ന് വന്നതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അത്യാവശ്യം ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നന്നായി തിളക്കാൻ വേണ്ടി മൂടി വെക്കാം. എന്നിട്ട് മൂടി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മീനും ഇട്ട് കൊടുത്താൽ മതിയേ. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കണം കേട്ടോ. ഫസ്റ്റിലൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ നമ്മൾ കയ്യിലുണ്ടെന്ന് ഇളക്കരുത്. ഉപ്പ് കുറവുള്ളതുകൊണ്ട് കുറച്ചും കൂടി ഒരു ഉപ്പ് ഞാൻ ചേർത്തെടുക്കുന്നുണ്ട്. നന്നായി തിളച്ച് കുറുകി വരട്ടെ കേട്ടോ. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ശരിക്കും നന്നായി തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ഇത് ഇങ്ങനെ കല്ലിലാണ് വെച്ചിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കാറുള്ളത്. ദോശക്കല്ലിൽ വെച്ചിട്ട്. ഇത് ഞാൻ മീൻ ഫ്രൈ ചെയ്തിന ചട്ടിയാണ് കേട്ടോ. അപ്പം എനിക്ക് ഇതിൽ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. സാധാരണ ഞാനിങ്ങനെ സൗണ്ട് എഡിറ്റ് ചെയ്യൽ കുറവാണ്. ഞാൻ നേരിട്ട് സാധാ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ പറഞ്ഞു പോവാണ് ചെയ്യാറുള്ളത്. അപ്പോൾ പണിക്കാരിലുണ്ടോ അങ്ങനെ ഓർക്ക് സംസാരിക്കാനൊന്നും കഴിയാത്തതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പറയാതെന്നതാണ്. അപ്പോൾ എല്ലായിടത്തൊന്നും പറയുന്നില്ല.
നമുക്ക് കറിയിലേക്ക് തേങ്ങ പിന്നെ അരച്ചെടുക്കാനുണ്ട്. അപ്പം ഞാനിത് ഒരു മുറി തേങ്ങ ചിരകിയെടുക്കുന്നുണ്ട്. നമ്മൾ പടവലങ്ങയും പരിപ്പും അടുപ്പത്തുണ്ട്. അപ്പം ഇതിലേക്കുള്ളതാണ് കേട്ടോ. അങ്ങനെ കറിയും മീൻ പൊരിച്ചതും തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ മുതിരയും വായ്ക്കയും ഉപ്പേരി വെച്ചതില്ലേ, അപ്പം അത് വന്നിട്ടുണ്ട്. അത് ഇനി തൂമ്പിച്ചെടുക്കണേ, ഒന്ന് വറവിട്ടെടുക്കാനുണ്ട്. അതേ ചെറിയുള്ളിയും വെളുത്തുള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കാം. പിന്നെ വറ്റൽമുളക്, ഇതാണ് ഇതിലേക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ കാന്താരി മുളകായിരിക്കണം, അല്ലെങ്കിൽ വറ്റൽമുളകായിരിക്കണം കേട്ടോ. ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. നമുക്ക് മൊരിച്ചെടുക്കാം. മുതിരയും പച്ചക്കായും കണ്ടോ നല്ലോണം വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ പാകമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് നല്ലോണം മൂത്തയും ഉള്ളിലേക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ഉപ്പേരിയുണ്ട്. നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണേ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നു. ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഈ ഉപ്പേരി കേട്ടോ. ഇവിടെ പണിക്കാർക്കൊക്കെ നല്ല ഇഷ്ടമാണിത്. ഇതൊക്കെ ഇറക്കി വെച്ച് തയ്യാറായിട്ടുണ്ട്. രാവിലെ ഞാൻ മോന് പിന്നെ ഓഫീസിൽ പോകുമ്പോൾ ചോറ് കൊണ്ടുപോകാറുണ്ട്. അപ്പം അവനും കൂടി വെച്ച ചോറ് പിന്നെയാണ് പണിക്കാർ വന്നത്. അപ്പം അവർക്ക് വേറെ ഉണ്ടാക്കി. അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം ഉണ്ടാക്കിയതാണ് ഇതൊക്കെ. പണിക്കാർ വന്നതിന് ശേഷം രാവിലെ ചോറും കൂട്ടാനും വേറെ ഉണ്ടാക്കും. അപ്പോൾ ഇതൊക്കെ തയ്യാറായിട്ടുണ്ട്. കണ്ടൊക്കെ ചട്ടി കൊടുക്ക തന്നെ ഇങ്ങനെ വെച്ചതാണ്. ഇത് നമുക്ക് ഇതായ പണിക്കാർക്ക് ഞാൻ ചോറ് വിളമ്പി കൊടുക്കുന്നുണ്ട്. ചോറ് കഴിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.